ഹേ ഗൈസ്, ഐ സീ. അങ്ങനെ നമുക്കിതൊരു അടിപൊളി കിട്ടിലൊരു ആർട്ട് ഗാലറി പോയാലോ? ആർട്ട് ഗാലറി വരുന്നത് അന്തിരി DM നഗറിൽ നിന്ന് മറവ് നാക്ക എന്ന മെട്രോയിൽ അവിടുന്ന് വിധാൻ ഭവനിലേക്ക് മെട്രോ കയറാം. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 15 to 20 മിനിറ്റ്സ് ഒന്നും നമുക്ക് ഓട്ടോയോ അല്ലെങ്കിൽ ടാക്സി യൂസ് ചെയ്യാം. ഞാൻ നടന്നാണ് പോയത്. നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ജഹാംഗീർ ആർട്ട് ഗാലറി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സും അതുപോലെ സ്കൾപ്ചേഴ്സും എൻ്റെ പൊന്നോ അടിപൊളി. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും മുംബൈയിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇതുപോലുള്ള ആർട്ടും ഇതുപോലുള്ള ആർട്ട് ഗാലറീസൊക്കെ. ഇതിൻ്റെ അടുത്തുള്ള നിയർ ബൈ സ്റ്റേഷൻസ് എന്നത് ചർച്ചഗേറ്റും അതുപോലെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസും ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ പിക്ചേഴ്സിനും ഓരോ കഥകളുണ്ടെന്നാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ കഥകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരച്ചേക്കുന്ന ഓരോ പിക്ചേഴ്സും അല്ലെങ്കിൽ പെയിൻറ്റിങ് സ്കൾപ്ചേഴ്സ് അവർ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ പുറത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ അലൗഡാണ്. നമ്മൾക്ക് കുറേ കാര്യങ്ങളും നേച്ചറായിട്ടും ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഒത്തിരി ലോഡ്ഷിപ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കീ ചെയിൻസ്. ആ കീ ചെയിൻസിനകത്തിൽ ഓരോ റൈസിലും നമ്മുടെ പേരും അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്തിൽ എഴുതാനായിട്ട് പറ്റും. അതിന് ഏതാണ്ട് ഒരു 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു മോമോസും കഴിച്ചു. പിന്നെ മുംബൈ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ വന്ന പ്ലേസാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഞാൻ ആദ്യമായിട്ട് മുംബൈ വന്നപ്പോൾ വന്ന പ്ലേസാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ. പക്ഷെ അന്നത്തെ സമയത്ത് എൻ്റെ കയ്യിൽ നല്ല ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഒരു ട്രാവൽ ഗൈഡ് നോക്കിയാണ് ഞാനിവിടെ വന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ജഹാംഗീർ ആർട്ട് ഗാലറി. നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.